ഒരു കൊലപാതകം നടത്തി തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും പോലീസിനെ പോലും ഞെട്ടിക്കുന്നതാണ്. ദൃശ്യ മോഡൽ മാത്രമല്ല, അതിലും മികച്ച മാർഗങ്ങളാണ് നിലവിൽ പ്രതികൾ പിന്തുടരുന്നത്. പക്ഷെ എത്ര ആസൂത്രണം ചെയ്താലും അവരെ പിടിക്കാനുള്ള ഒരു വഴി ഈ പ്രതികൾ ഉപേക്ഷിച്ചിരിക്കും. അതിനെ ചുറ്റിപ്പറ്റി പോലീസ് അവരിലേക്ക് എത്തുകയും ചെയ്യും. ആലപ്പുഴ പൂങ്കാവിൽ സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി ബെന്നി തെളിവ് നശിപ്പിക്കാൻ ചെയ്തത് വീടിനു പിന്നിൽ മൃതദേഹം കുഴിച്ചുമൂടുകയാണ്. ഇവിടെ പ്രതിക്ക് വില്ലനായത് മാനസിക സമ്മർദ്ദം. 35 വർഷം മുമ്പ് കാവാലം സ്വദേശിയായ ഭർത്താവ് ജോൺ ഉപേക്ഷിച്ചു പോയതോടെ റോസമ്മ വീട്ടുജോലികൾ ചെയ്താണ് മക്കളെ വളർത്തിയത്. പിന്നീട് വിവാഹിതരായ മക്കളുമായി അത്ര അടുപ്പമില്ലാതിരുന്ന റോസമ്മ സഹോദരൻ ബെന്നിക്കൊപ്പമായിരുന്നു താമസം. ബെന്നിയുടെ ഭാര്യ ജോമ 10 വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത്. വടക്കൻ പറമ്പിൽ കുടുംബ വീട്ടിൽ ബെന്നിയും ഇളയ മകനുമാണ് താമസം. അതേ പുരയിടത്തിൽ വീതമായി ലഭിച്ച 3 സെന്റ് സ്ഥലത്താണ് റോസമ്മയും ഇളയ മകൻ ജോമോനും കുടുംബവും കഴിയുന്നത്. വീട്ടുജോലികൾ ചെയ്ത് കിട്ടിയ വരുമാനത്തിൽ നല്ലൊരു പങ്കും ബാങ്കിൽ നിക്ഷേപിച്ച റോസമ്മ മേസ്ത്രി പണിക്കാരനായ ബെന്നി സാമ്പത്തികമായി സഹായിച്ചിരുന്നു. ഒരു വീട്ടിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന സഹോദരങ്ങൾ തമ്മിൽ കൊലയിലേക്ക് നയിക്കാൻ തക്ക പ്രശ്നങ്ങൾ എന്താണെന്ന് നാട്ടുകാർക്കും അറിയില്ല. ആൻറ്റിയുടെ ഒരു കൂട്ടുകാരത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ 3-4 ദിവസമായിട്ട് ആൻറ്റീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്താണെന്നൊന്ന് തിരക്കണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ആൻറ്റി കുറച്ച് നാളായിട്ട് ബ്രോക്കർമാരുടെ പറഞ്ഞിട്ട് ആൻറ്റിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് ആൻറ്റീനെ ഉപേക്ഷിച്ച് പോയതാണ്. 2 ആമക്കൾ ആൻറ്റിക്കുള്ളത്. അപ്പം ഈ പിന്നെ മക്കളും ആരും അങ്ങനെ വലിയ ഉത്തരവാദിത്തമായിട്ട് ആൻറ്റിയുടെ അടുത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി പറയുന്ന ആൻറ്റിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോലുള്ളൊരു ഇത് ആ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പല ബ്രോക്കർമാരുടെക്ക് ആൻറ്റി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം ഏതൊരു ബ്രോക്കർ വഴിയായിട്ട് 2 തവണ 2 ആലോചന വന്നു. അതിൽ 2ാമത്തെ ആലോചന ഇഷ്ടപ്പെട്ട് കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുള്ള തീരുമാനമായി. ഇവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്ക് അന്ന് പിന്നെ പേരിനകത്ത് എന്തോ പ്രശ്നം, കഴിക്കാമെന്ന് പറഞ്ഞ വന്ന ആ ചേട്ടൻ്റെ പേരിനകത്ത് എന്തോ പ്രശ്നം വന്നതുകൊണ്ട് അന്നത് നടന്നില്ല. അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനമായി. ചൊവ്വാഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു പേപ്പറെല്ലാം റെഡി ആയിട്ടുണ്ട്, 1-ാം തീയതി കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ പേരെന്ത് എഴുതിച്ച മോതിരം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് താലിയും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആൻറ്റി തന്നെ. പിന്നെ അപ്പോൾ ചൊവ്വാഴ്ച ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആൻറ്റീനെ കുറിച്ച് തിരക്കുന്നില്ല. ഞാൻ ഇലക്ഷൻ്റെ തിരക്കിൽ ഞാനും അങ്ങനെ ആയിപ്പോയി. പ്രായമാകുമ്പോൾ താൻ തനിച്ചാകുമെന്ന ഭയമുണ്ടായിരുന്ന റോസമ്മ ബ്രോക്കർ വഴി കുട്ടനാട് സ്വദേശിയുമായി വിവാഹം ഉറപ്പിച്ചു. വിവാഹത്തിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം റോസമ്മ നടത്തുകയും ചെയ്തു. തൻ്റെ ഉറ്റ സുഹൃത്തായ എലിസബത്തിനോട് റോസമ്മ ഇക്കാര്യങ്ങളെല്ലാം രഹസ്യമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തുമ്പോളി സ്വദേശിയായ എലിസബത്തിന്റെ വീട്ടിൽ 6 വർഷമായി റോസമ്മ ജോലി ചെയ്തിരുന്നു. ഇതിനുശേഷം ഇരുവരും നല്ല സുഹൃത്തുക്കളായി. എന്നാൽ കുറച്ച് ദിവസങ്ങളായി റോസമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതും സാധാരണ പള്ളിയിൽ പോകാറുള്ള റോസമ്മയെ അവിടെ കാണാതിരുന്നപ്പോൾ വിവരം അന്വേഷിച്ച് എലിസബത്ത് ബെന്നിയുടെ വീട്ടിലെത്തി. അർത്തുങ്കലിലെ ഒരു വീട്ടിൽ പണിക്ക് പോയതാണെന്ന് പറഞ്ഞ് ബെന്നി എലിസബത്തിനെ മറക്കി വെച്ചു. പക്ഷെ ബെന്നിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ എലിസബത്ത് റോസമ്മയുടെ മറ്റൊരു സഹോദരന്റെ മകൾ സുജാനിലിനെ വിവരമറിയിച്ചു. സുജയോടും ബെന്നി ഇതേ കാരണം തന്നെ ആവർത്തിച്ചു. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മകനോട് തിരക്കിയപ്പോൾ അമ്മ എവിടെയെങ്കിലും പണിക്ക് പോയതാകുമെന്നും തങ്ങളോട് പറയാതെ ഇങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ടെന്നുമായിരുന്നു മറുപടി. എന്നാൽ വിടാൻ സുജ തയ്യാറായില്ല. മക്കൾ പോലീസിൽ പരാതി നൽകണമെന്നും ഇല്ലെങ്കിൽ താൻ നൽകുമെന്നും പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ തന്നെ ഞെട്ടിച്ച കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. സുജിയോട് പ്രതി കയ്യബദ്ധം പറ്റിയെന്നാണ് പറഞ്ഞത്. സുജിയുടെ കൃത്യമായ ഇടപെടലാണ് കൊലപാതകം പുറത്തു കൊണ്ടുവന്നത്. ഈ ആൻറ്റിയുടെ കൂട്ടുകാരത്തി എന്നെ വിളിച്ചിട്ട്, ഞാനൊരു കമ്മിറ്റിക്ക് ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ ഇങ്ങനെ ആൻറ്റീനെ കുറിച്ച് യാതൊരുവിധ വിവരവും ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയി തിരക്കി, അവർക്ക് ആർക്കും അറിയത്തില്ലെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ നേരെ ആ കമ്മിറ്റിക്ക് ഇരിക്കുന്നിടത്തും തൊട്ട് അപ്പുറം തന്നെ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി ഞാൻ ഇവരുടെ വീട്ടിൽ വന്നു. ചിറ്റപ്പൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ ചെന്നത്. മകൻ അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറിയില്ല. ചിറ്റപ്പൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ചിറ്റപ്പ ഇങ്ങനെ ആൻറ്റീനെ കാണുന്നില്ലെന്ന് പറയുന്നല്ലോ, അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാകുന്ന ചോദിച്ചു. പറഞ്ഞു അവൾ വെള്ളിയാഴ്ച രാവിലെ ഇവിടുന്ന് കാപ്പ് കുടിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങോട്ടാണ് പോയെന്നുള്ള അറിയത്തില്ല. അവളുടെ റൂം സാധാരണ ആൻറ്റി എന്നോട് മുമ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആൻറ്റിയുടെ മുറി ആൻറ്റി എവിടെ പോയാലും ലോക്ക് ചെയ്തിട്ടേ പോകുന്നു, താക്കോലിട്ട് പൂട്ടിയിട്ടാണ് പോകുന്നു. പക്ഷേ മുറിയൊന്നും പൂട്ടിയിട്ടില്ലെന്നൊക്കെ ചിറ്റപ്പൻ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ്, ആൻറ്റി എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ട്, ഫോൺ എവിടെ വെച്ചാൽ സ്വിച്ച് ഓഫ് ആയേക്കണം എന്നുള്ള അറിയണമെങ്കിൽ പോലും നമുക്കൊരു മിസ്സിംഗ് കേസ് കൊടുത്തെങ്കിൽ പിന്നെ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, മക്കളാരെങ്കിലും ഇന്ന് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഇന്ന് കൊടുക്കാൻ പറ. മക്കൾ ഇന്ന് പരാതി കൊടുക്കുന്നില്ല, ഞാൻ നാളെ പരാതി കൊടുക്കും. പിന്നെ അവരുടെക്കൽ ഞാനായിട്ട് സംസാരിക്കുന്നില്ല. ഈ ചിറ്റപ്പൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, നീ അവരുടെക്കൽ ഞാൻ പൊയ്ക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറ, ആൻറ്റീനെ കണ്ടില്ലെന്നുള്ളൊരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ കൊണ്ട് മിസ്സിംഗ് കേസ് കൊണ്ട് ഒരു പരാതി കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇവിടുന്ന് നേരെ വീട്ടിൽ ചെന്നിട്ട് ഈ കൂട്ടുകാരത്തിനെ തന്നെ വിളിച്ചിട്ട് കെട്ടാൻ പോകുന്നെന്ന് പറഞ്ഞ പുള്ളിയുടെ നമ്പർ വാങ്ങിച്ചിട്ട് ആ പുള്ളീനെ വിളിച്ചപ്പോഴത്തേക്ക് ആ പുള്ളിയുടെ പെങ്ങളാണ് ഫോൺ എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്നിട്ടില്ല, ആളിവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു.
ഇവിടെ വന്നിട്ടില്ല. ഈ കൂട്ടുകാരത്തി എന്നെ ഇവരോട് വിളിച്ച് ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അന്നേരം തിരിച്ച് രണ്ടാമത് റോഡേ വെച്ച് കണ്ടപ്പോഴത്തേക്കുമാണ് വേറൊരു കമ്മിറ്റിക്ക് ഞാൻ പോകുമ്പോൾ വീണ്ടും റോഡേ വെച്ച് ചിറ്റപ്പനെ കണ്ടപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു എന്തെങ്കിലും അറിഞ്ഞോന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവരെ വിളിച്ചിട്ട് അവരവിടെ ഇല്ലെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ തന്നെ കാണുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇന്ന് മക്കൾ പരാതി കൊടുത്തില്ല, ഞാൻ നാളെ പരാതി കൊടുത്തിരിക്കുമെന്ന് തറപ്പിച്ച് ഞാൻ പറഞ്ഞു ഇന്നലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് വന്നിച്ചും പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം സംഭവിച്ചു പോയി, എന്നാണെന്ന് എന്നോട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല, എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് വന്നു. ഞാൻ പറയും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നേരെ സ്റ്റേഷനിൽ ചെന്നേച്ചും പറയാം എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് നേരെ ചെല്ലുക. ഇത് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കേണ്ടതെന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ കയറി അകത്ത് കയറി റെഡിയായി നേരെ സ്റ്റേഷനിലോട്ട് ചെന്നിട്ട് ഞാൻ കാര്യം സിയോട് പറയുകയാണ് ചെയ്തത്. പരാതിയും കൊടുത്തു ആൻറ്റീനെ കാണുന്നില്ല എന്നുള്ളത് വെച്ചിട്ട്. അല്ല, ആൻറ്റി ഇപ്പുറത്തെ വീട്ടിലാണ്. ഇടയ്ക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിറ്റപ്പൻ്റെ അടുത്ത് വരും. പിന്നെ അടുത്തുള്ള ചില വീടുകളിലൊക്കെ പോയി ആഹാരം കഴിക്കുമായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല, അവിടെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയുന്ന രാവിലെ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. പോലീസ് പറയുന്നത് ഇങ്ങനെ: 18 ഉച്ചയ്ക്ക് ശേഷം ബെന്നിയുടെ വീട്ടിൽ വെച്ച് റോസമ്മയുമായി ബെന്നി തർക്കമുണ്ടാകുന്നു. 61-ാം വയസ്സിൽ റോസമ്മ പുനർവിവാഹിതയാകുന്നത് ബെന്നി ചോദ്യം ചെയ്തു. തർക്കത്തിനിടെ ബെന്നിയുടെ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് റോസമ്മ അപവാദം പറഞ്ഞെന്ന് ബെന്നി പറയുന്നു. ഇതിൽ പ്രകോപിതനായ ബെന്നി ചുറ്റികൊണ്ട് റോസമ്മയുടെ തലക്കടിച്ചു. റോസമ്മ തൽക്ഷണം മരിച്ചു വീഴുന്നു. കുറിയിലെ രക്തമെല്ലാം കഴുകിക്കഴിഞ്ഞപ്പോൾ സന്ധ്യയായി. ബെന്നിയുടെ മകൻ രാത്രി ജോലി കഴിഞ്ഞ് വരുമെന്നതിനാൽ മൃതദേഹം കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. ഒരു രാത്രി മുഴുവൻ സഹോദരിയുടെ മൃതദേഹത്തിന് ബെന്നി കാവലിരുന്നു. പിറ്റേന്ന് രാവിലെ 6-ന് മകൻ പോയ ഉടനെ വീടിന് പിന്നിൽ കുഴിയെടുത്ത് മൃതദേഹം മൂടി. അടുക്കളയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഭാഗത്ത് ഭിത്തിയോട് ചേർന്നാണ് കുഴിയെടുത്തിരുന്നത്. മൃതദേഹത്തോടൊപ്പം നിരവധി തുണികളും ഇട്ടിരുന്നു. ആഴത്തിൽ കുഴിയെടുത്ത് മൃതദേഹത്തിന് മുകളിൽ മണ്ണിട്ട ശേഷം ഹോളോബ്രിക്സും ചുടുകട്ടയും നിരത്തി വീണ്ടും മണ്ണിട്ട് മൂടുകയായിരുന്നു. വായു കടക്കാത്ത രീതിയിൽ കട്ട അടുക്കിയത് കൊണ്ടാണ് ദുർഗന്ധം പുറത്തേക്ക് വരാഞ്ഞെന്ന് പോലീസ് പറയുന്നു. കൊലപാതക ശേഷവും ഇയാൾ സാധാരണ പോലെ പുറത്തേക്ക് പോവുകയും ചില ചടങ്ങുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ബെന്നിയുടെ വീടിന്റെ മുൻവശത്ത് തിണ്ണ പൊളിച്ചു പണിയാൻ ആരംഭിച്ചു. ഇതിനൊപ്പം പിന്നിലെ കുഴിമാടത്തിന് മുകളിലെ വരാന്ത പണിയാനായിരുന്നു പദ്ധതിയെന്ന് പോലീസ് ഭാഷ്യം. ഇവർ തമ്മിൽ വഴക്കുണ്ടായി എന്നാണ് പറഞ്ഞത്. ഇവരുടെ കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ പ്രതിയുടെ ഭാര്യ മരിച്ചു പോയതാണ്. അപ്പം പുള്ളിക്കാരി മോശമാണെന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ച്, അങ്ങനെ ഈ കല്യാണക്കാര്യം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതിയുടെ ഇത് മോശമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതിൻ്റെ ഒരു ഈ പുനർവിവാഹത്തിൻ്റെയും ഭാര്യയോടുള്ള ഭാര്യ പ്രകോപനമാണ്. പിന്നെ അപ്പം അവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. വഴക്കുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച കാര്യമാണ്. റോസമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. സ്വർണത്തിന് വേണ്ടി നടത്തിയ കൊല എന്ന നിലയിലാണ് പോലീസിന്റെ അന്വേഷണം. നേരത്തെ റോസമ്മയുടെ സ്വർണം പണയം വെക്കാൻ ബെന്നി ആവശ്യപ്പെട്ടിരുന്നു. ഇതേ ചൊല്ലി രണ്ടുപേരും തമ്മിൽ തർക്കവും ഉണ്ടായിരുന്നു. കൊലയ്ക്ക് പിന്നാലെ മൃതദേഹത്തിൽ നിന്ന് സ്വർണം ഊരിമാറ്റി ഒളിപ്പിച്ചതും ഇതിലൊരു ഭാഗം പിറ്റേന്ന് തന്നെ പണയം വെച്ചതുമെല്ലാം സ്വർണത്തിന് വേണ്ടിയാണ് കൊലപാതകം എന്നതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണെന്ന് പോലീസ് പറയുന്നു. വിവാഹത്തോടെ റോസമ്മയുടെ എല്ലാ സഹായവും നിലയ്ക്കുമെന്ന ആശങ്കയും കൊലപാതകത്തിൽ കലാശിച്ചു. പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ മൃതദേഹം അടക്കാൻ ഉപയോഗിച്ച തുമ്പയും റോസമ്മയുടെ 7 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു. കരുതിക്കൂട്ടി ചെയ്തതല്ലെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ സംഭവിച്ചു പോയതാണെന്നുമാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. എന്തൊക്കെയായാലും റോസമ്മയുടെ കൊലയിൽ ബെന്നി അറസ്റ്റിലായി. മെയ് 1-ന് വിവാഹിതയാകേണ്ടിരുന്ന റോസമ്മയുടെ ശരീരം ബെന്നിയുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്തു.